അല്ലേ അല്ലേ ആക്സിലേറ്ററാ അല്ല ഗിയർ സ്പീഡ് കൂട്ടാന്ന് ടീച്ചറിനെ ഞാൻ വെറുതെ ടെൻഷൻ ആക്കുന്ന കേട്ടാ. ആക്സിലേറ്റർ അറിയാം, പക്ഷെ എനിക്ക് പറയാൻ എനിക്ക് മനസ്സിലായി. ആക്സിലേറ്റർ എന്തിനാ? സ്പീഡിന്. ഗിയർ എന്തിനാ? ഗിയർ എഞ്ചിന്റെ പവർ ചേഞ്ച് ചെയ്യാനായിട്ട്. ഉറപ്പാണ്? ഓക്കെ അല്ലേ? സ്പീഡിന്റെ ഒരു റെഗുലേറ്റർ ആണെന്ന് വിചാരിച്ചോ? ഇന്ന ഏരിയ തൊട്ട് ഇത്ര ഏരിയ വരെ കീപ്പ് ചെയ്യാൻ വേണ്ടിട്ടാന്ന് വിചാരിച്ചോ? ഓക്കെയാണ്. ഇപ്പൊ ഒരു ഗിയർ ഇട്ടാൽ അതിനൊരു മിനിമം ഒരു മാക്സിമം സ്പീഡ് ഉണ്ടാവും. ആ റേഞ്ചിൽ മാത്രമായിരിക്കും ആക്സിലേറ്റർ കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഓക്കെയാണ്. ആ റേഞ്ചിൽ മിനിമത്തിൽ നിന്ന് മാക്സിമം എത്തിക്കാൻ മാത്രം ആക്സിലേറ്റർ. ഓക്കെ. ആ റേഞ്ചിന് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത ഗിയർ. അപ്പോഴും അതിനൊരു റേഞ്ച് ഉണ്ട്, ഇത്ര തൊട്ട് ഇത്ര വരെ. ആ റേഞ്ചിൽ ഉയർത്താനും താത്താനും മാത്രം ആക്സിലേറ്റർ. ഓക്കെയാണ്. മാം ഏത് ഗിയർ ഇട്ടാലും വണ്ടി അതിന്റെ മിനിമം സ്പീഡ് കീപ്പ് ചെയ്യും. ഇപ്പൊ ഒന്നാമത്തെ ഗിയർ ഇടുന്നെങ്കിൽ അതിനെ 0 തൊട്ടാണ് സ്പീഡ് തുടങ്ങുന്നത്. അതായത് ഇല്ല, ഒരു സ്പീഡും ഇല്ലാത്തടുത്ത് നിന്നാണ് തുടങ്ങുന്നത്. 1 തൊട്ട് 10 വരെ കിട്ടുമെന്ന് വിചാരിച്ചോ, മിനിമം 5 വരെയുള്ള വേഗത വണ്ടി സ്വയം എടുത്തോളും. ഓക്കെയാണ്. ബാക്കി 5 നിന്ന് 10 എത്തിക്കാൻ ആക്സിലേറ്റർ ഉപയോഗിച്ചാൽ മതി. അങ്ങനെ വേണ്ട എങ്കിൽ എനിക്ക് അങ്ങനെ തന്നെ ഓടിപ്പോ ആക്സിലേറ്റർ ഇല്ലാതെ. ഇപ്പൊ 10ൽ എത്തണ്ടെങ്കിൽ ഇപ്പൊ ഈ വളവെടുത്ത് ഇങ്ങോട്ട് പോകണമെങ്കിൽ എനിക്ക് 10 സ്പീഡിന്റെ ആവശ്യമൊന്നും ഇല്ല. വേണ നിരങ്ങി അങ്ങ് പോയാൽ മതി. ഒരു 1ലോ 2ലോ 3ലോ പോയാൽ മതി. അത് വണ്ടി സ്വയം എടുത്തോളും. അവിടെ എനിക്ക് ആക്സിലേറ്ററിന്റെ ആവശ്യമില്ല. ഓക്കെ. ഇത് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്ട്രെയിറ്റ് റോഡ് അങ്ങോട്ട്. അതിനെനിക്ക് സ്പീഡ് ഉപയോഗിക്കാം. വേണമെങ്കിൽ മാത്രം ആക്സിലേറ്റർ ഉപയോഗിച്ചാൽ മതി. അപ്പൊ 10 വരെയുള്ള സ്പീഡ് കിട്ടും. മാമിന് അത് പോരാ, ഇനി എനിക്ക് വേഗത വേണമെന്ന് തോന്നിയാൽ ആ റേഞ്ചിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ഗിയർ ഉപയോഗിക്കാം, രണ്ടാമത്തെ ഗിയർ. അപ്പൊ 10ന് മുകളിലോട്ടുള്ള സ്പീഡ് അവിടെ കിട്ടുമെന്ന് വിചാരിച്ചോ. ഒരു 11, 12, 13 വരെയുള്ള സ്പീഡ് വണ്ടി മാം ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ സ്വയം എടുത്തോളും. ഓക്കെയാണ്. നിരപ്പായ റോഡാണെങ്കിൽ വണ്ടി സ്വയം എടുത്തോളും. അതിൽ കൂടുതൽ വേഗത വേണമെങ്കിൽ ആക്സിലേറ്റർ ഉപയോഗിച്ചാൽ മതി. അല്ലാതെ ഗിയർ ഇട്ടാൽ ആക്സിലേറ്റർ കൊടുത്താലേ വണ്ടി പോകുള്ളന്നില്ല. ഓക്കെ. വണ്ടിക്ക് ഒരു മിനിമം സ്ലോ സ്പീഡ് മാനുഫാക്ചർ കൊടുത്തിട്ടുണ്ട്. മാം ഏത് ഗിയർ ഇട്ടാലും നിരപ്പുള്ള ഒരു സ്ഥലമാണെങ്കിൽ അതിന്റെ മിനിമം സ്പീഡ് ആ വണ്ടി കീപ്പ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെയാണ്. എന്ന് കരുതി 4മത്തെയോ 3മത്തെയോ ഗിയർ ഇട്ടിട്ട് വണ്ടിയെ നീക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല. ഓക്കെ. അപ്പ് ചെയ്യുന്ന എല്ലാ ഓർഡറിലേ പോകാൻ പറ്റുള്ളൂ. 1 ഇട്ടതിന് ശേഷം 2 ഇട്ട് 3 ഇട്ട് 4 ഇട്ട് അങ്ങനെ മാറാൻ പറ്റുള്ളൂ. ഡൗൺ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഓർഡർ ഇല്ല. മാമിന് ഏത് ഗിയർ ആവശ്യമുണ്ടോ അതിലേക്ക് വരാം. ഇപ്പൊ 5മത്തെ ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുക, എന്റെ വേഗത കുറഞ്ഞു, എനിക്ക് വേണ്ടത് 2മത്തെ ഗിയർ ആണെങ്കിൽ എനിക്ക് ഡയറക്റ്റ് 2ലേക്ക് വരാം. എന്റെ വേഗത കുറഞ്ഞാൽ എനിക്ക് 2ലേക്ക് വരാം. ഓക്കെ. അല്ലാതെ 5ൽ പോകുന്ന വണ്ടിയെ വലിച്ച് 2ലേക്ക് ഇടാൻ നോക്കരുത്. അപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന ആളെ പുറകിൽ നിന്ന് പിടിച്ച് വലിച്ച പോലെ ഇരിക്കും. വണ്ടി ഒരു കുത്തല് കുത്തും മുന്നിലേക്ക്. കാരണം അത്ര സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരുന്ന വണ്ടിയെ പെട്ടെന്ന് മൈനസ് ചെയ്യുക ചെയ്തത് നമ്മള്. പിടി കിട്ടിയ ഉറപ്പാണ്. വേഗത കുറഞ്ഞ മാമിന് ഏത് ഗിയർ വേണോ അതിലേക്ക് വരാം. ഓക്കെ. അതിനൊരു ഓർഡർ ഇല്ല. ഏതാണോ ആവശ്യം അതിലേക്ക് വരാം. വേഗത കൂട്ടാനായിട്ട് ഈ 5 ഗിയർ ഇട്ടിട്ട് നമ്മള് പിന്നെ വേഗത കുറച്ചാണ് ഓടിക്കുന്നതെങ്കിൽ എങ്ങനെ കുറച്ച് 5മത്തെ ഗിയർ നമ്മൾ ഇടുന്നത് ആ വേഗത ഡൗൺ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ എഞ്ചിൻ ഇങ്ങനെ ചെർക്ക് ചെയ്ത് വണ്ടി നിന്ന് വണ്ടി നമ്മളെ അറിയിക്കും. ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴേ ഉറപ്പിക്കുക ആ ഗിയറിന് കൊണ്ടുപോകാൻ പറ്റുന്ന വേഗത്തിലല്ല വണ്ടി, കുറവാണ്, ആ ഗിയറിനേക്കാളും കുറഞ്ഞ വേഗത്തിലാണെന്ന് അറിയിക്കാനാണ് ഇങ്ങനെ ജെർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ മാമിന് തീരുമാനിക്കുക ഏത് ഗിയർ ആയിരിക്കും സ്യൂട്ടബിള്. അത് കുറെ നാൾ ഓടിച്ചു കഴിഞ്ഞിട്ടാണ് ഏത് ഗിയർ ആയിരിക്കും എന്ന് പെട്ടെന്ന് മെമ്മറിയിൽ കിട്ടുന്നത്. അതുവരെ മാം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മാമിന് മിനിമം വേഗത്തിൽ ഉരുണ്ടു പോകാനാണെങ്കിൽ 2മത്തെ ഗിയർ കീപ്പ് ചെയ്താൽ മതി. ഓക്കെ. അതല്ല നിരങ്ങി സൂക്ഷിച്ചു പോകാനുള്ള സ്ഥലത്ത് മാത്രം 1മത്തെ ഗിയർ കീപ്പ് ചെയ്യാം. മാം ഡൗൺ ചെയ്യാൻ കുറെ നാളത്തേക്ക് 2മത്തെ ഗിയർ ചൂസ് ചെയ്താൽ മതി. 5മതൊരു ഗിയർ ഉപയോഗിക്കേണ്ട കുറച്ച് നാളത്തേക്ക്. വണ്ടി നമ്മുടെ കയ്യിലൊന്നും ആകുന്നത് വരെ 4 വരെയുള്ള ഗിയർ ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ മാമിന് ഏത് ഗിയറിൽ ഉപയോഗിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ ആ ഗിയറിൽ പോയാൽ മതി കുറച്ച് നാള്. നമുക്കൊരു വിശ്വാസം വരുന്നത് വരെ അങ്ങനെ കീപ്പ് ചെയ്താൽ പ്രശ്നമില്ല. ഉരുണ്ട് മാറാൻ തോന്നുന്ന സ്ഥലത്തെല്ലാം 2മത്തെ ഗിയർ ഇട്ടിട്ട് ഉരുണ്ട് മാറിക്കും വണ്ടിയും കൊണ്ട്. ഓക്കെ. ജംഗ്ഷനുകളാണല്ലോ പ്രശ്നം. വളയ്ക്കതാണേലും ഫ്രണ്ടിൽ തിരക്ക് വന്നു, എനിക്ക് ഓടിപ്പോകാൻ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ 2മത്തെ ഗിയർ ഇട്ടിട്ട് പതുക്കെ ഉരുട്ടിക്കൊണ്ടുപോയിക്കോ വണ്ടിയെ. ഓടാൻ പറ്റുന്നില്ല എന്ന് തോന്നിയാ, എനിക്ക് അതല്ല ഒരുപാട് തിരക്കാണ് നിരങ്ങിയേ പോകാൻ പറ്റുന്നുള്ളതെന്ന് തോന്നിയാൽ അത് 1 ഇട്ടിട്ട് കൊണ്ടുപോയിക്കോ വണ്ടിയെ. അപ്പം മനസ്സിലൊരു വിശ്വാസം വരും, ഒരു ധൈര്യം കിട്ടും നമുക്ക്. ഇത് ഓഫാക്കാതെ ഇത് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നും. അങ്ങനെ ഓടിച്ചാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് സ്വയം. പിടി കിട്ടിയാ ഗിയർ എന്തിനാന്നൊരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ അല്ലേ? ഇപ്പൊ ഇത് ഓക്കെ അല്ലേ ഗിയർ?
ക്ലച്ച് ഒരു ഏകദേശം ഐഡിയ കിട്ടിയില്ലേ? ഉറപ്പാണോ? പറയുന്നല്ലോ. ഇല്ല, ഞാൻ വെറുതെ ചോദിക്കണമെന്നേ ഉള്ളൂ. ഇപ്പൊ ഗിയർ എന്തിനാന്ന് മനസ്സിലായി. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് മുന്നിലോട്ട് എടുക്കണമെങ്കിൽ ഏത് ഗിയർ ഇടണം? അതെന്തുകൊണ്ടായിരിക്കും? അതെന്തുകൊണ്ടായിരിക്കും? അത് എന്തുകൊണ്ടായിരിക്കും എന്ന് വെച്ചാൽ വേറൊരു ഗിയർ ഉപയോഗിക്കാതെ ഒന്ന് മാത്രം ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അത് ആരോഗ്യം എന്ന് വിചാരിച്ചു. ഒന്നാമത്തെ ഗിയർ ആണ് അതിനകത്ത് ഏറ്റവും ഹെവി ആയിട്ടുള്ളത്. ഈ വണ്ടിയിൽ ഒരു വെയിറ്റ് ഉണ്ട്, വണ്ടിക്കൊരു വെയിറ്റ് ഉണ്ട്, നമ്മൾ 3 പേരിനകത്തുണ്ട്, നമ്മുടെ വെയിറ്റും കൂടെ ഇതിലുണ്ട്. ഇത് എടുത്തുകൊണ്ട് നീങ്ങാനുള്ള കഴിവ് ഒന്നിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മാമിന് എവിടെയെല്ലാം സൂക്ഷിച്ച് പതുക്കെ നീങ്ങണമെന്ന് തോന്നുന്നു അവിടെ എല്ലാം ഒന്നാമത്തെ ഗിയർ ഉപയോഗിക്കാൻ പറഞ്ഞത്. ഓക്കെയാണ്, ആരോഗ്യമുള്ള ഗിയർ. ഓക്കെ, അതിന്റെ പോരായ്മയാണ് അതിന് സ്പീഡില്ലാത്തത്, വെയിറ്റ് ഉള്ളതുകൊണ്ട്. അപ്പം നിങ്ങൾ രണ്ടുപേരും പോകുന്ന നടക്കുകയോ ഓടുകയോ ചെയ്യുന്ന വേഗത്തിലല്ല ഞാൻ ഓടുന്നത്. ഞാൻ കുറെ കൂടെ ലൈറ്റാണ് നിങ്ങളെക്കാളും. എനിക്ക് കുറെ കൂടെ വേഗത്തിൽ പോകാൻ പറ്റും. ശരിയല്ലേ? ഒന്നാമത്തെ ഗിയർ ചൂസ് ചെയ്യുന്ന അതിനാ. ഒന്ന്, വെയിറ്റും കൊണ്ട് നീങ്ങാനായിട്ട് അതിനെ പറ്റുള്ളൂ. 2, ഏറ്റവും വേഗത കുറഞ്ഞ് നീങ്ങുന്നതും ആ ഗിയർ ആയിരിക്കും. അപ്പൊ ഇവിടുന്ന് തിരിച്ചുകൊണ്ട് പോകാനായിട്ട് സ്പീഡിൽ പോകാൻ പറ്റില്ല, പതുക്കെ പോകാൻ പറ്റുള്ളൂ. അതിനാ ഒന്നാമത്തെ ഗിയർ ചൂസ് ചെയ്യുന്നത്. ഓക്കെയാണ്. രണ്ടാമത്തെ ഗിയർ എന്ന് പറയുമ്പോൾ സൈസിൽ കുറച്ചുകൂടി കുറവ് വന്നു, അപ്പൊ അതിന് ഇത്തിരി കൂടി വേഗത കിട്ടി. പിടി കിട്ടിയ. മൂന്നാമത്തെ ഗിയർ ആകുമ്പോൾ വീണ്ടും സൈസിൽ കുറവ് വന്നു, അപ്പൊ അതിന് വീണ്ടും സ്പീഡ് കൂടി, അപ്പൊ ആരോഗ്യം കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വണ്ടി ജെർക്ക് ചെയ്യുന്നത്. നാലാമതൊരു ഗിയറിൽ പോകുമ്പോൾ വേഗത കുറച്ചാൽ അതിന് ആരോഗ്യമില്ല വണ്ടിയെ കൊണ്ടുപോകാൻ. കാരണം വണ്ടിയുടെ വെയിറ്റ് ഫുള്ള് ആ ഗിയറിൽ വരാൻ തുടങ്ങി. അതില്ലാന്ന് കാണിക്കാനാണ് അത് ജെർക്ക് ചെയ്യുന്നത്. അപ്പൊ ഗിയർ കാത്തി കൊടുക്കുക, ഏതാണോ പറ്റുന്ന ഗിയർ അതിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. കിട്ടിയ ഐഡിയ ഉറപ്പാണ്. നമുക്ക് ചുമ്മാ ഒന്ന് ഇട്ട് നോക്കാം ഇത്. അതിന് മുമ്പ് മാം ഈ ഗിയറൊക്കെ ഒന്ന് ഇട്ട് നോക്കിയാൽ ചുമ്മാ ഇടാൻ പറ്റുമോ? ആ സാരമില്ല, എന്നിട്ട് നോക്ക്. നമ്മുടെ വണ്ടി ഇവിടെ തന്നെയാ. സ്വന്തം വണ്ടി ഇത് തന്നെയാ. നോട്ടിലാക്കി പോയി. ഓക്കെ, കൈവിട്ട ഒന്ന് സെക്കൻഡ് ഗിയർ ആക്കിക്കേ. ചുമ്മാ ഇല്ല. ഓക്കെ, സെക്കൻഡ് ഇട്ട് ഒന്നുകൂടെ. തേർഡിലോട്ടൊന്നാക്കിക്കേ. സെക്കൻഡ് ഗിയറിലോട്ടൊന്നാക്കിക്കേ. നോട്ടിലാക്കിക്കേ. തേർഡിട്ട് സെക്കൻഡ് ആക്കിക്കേ. നോട്ടിലാക്ക്. ഒരു പോയില്ല ഇതിന്. ക്ലച്ച് റിലീസ് ചെയ്തേ. ക്ലച്ച് ചവിട്ടിക്കേ. റിലീസ് ചെയ്തേ. റിലീസ് ചെയ്യുന്ന മാത്രം അങ്ങനെയല്ല, അതിലൊരു തെറ്റുണ്ട്. അപ്പൊ മാം എന്താ ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ ചവിട്ടി താത്തി ഇങ്ങനെ റിലീസ് ചെയ്തു അല്ലേ? അങ്ങനെയല്ലേ ചെയ്തേ? അതുകൊണ്ടാണ് വണ്ടി ഓഫായി പോകുന്നത്. ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചവിട്ടി താത്തിക്കോ. റിലീസ് ചെയ്യുമ്പോൾ ഈ കാല് പൊങ്ങരുത്, ഉപ്പൂറ്റി ഇവിടുന്ന് പൊങ്ങരുത്. ഇത് കണ്ട, ഈ പത്തി മാത്രമേ പൊങ്ങി വരാവുള്ളൂ. പത്തിയുടെ ആവശ്യം കഴിഞ്ഞാൽ, ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കാല് മാറ്റാം. അതൊക്കെ എടുക്കും. നമുക്ക് ചെയ്ത് ശീലമില്ലാത്ത പണിയല്ലേ. ഒന്നുകൂടെ ക്ലച്ച് ചവിട്ടിക്കാം, റിലീസ് ചെയ്ത് നോക്കിയാൽ. ഇത് അത്രേ ഉള്ളൂ. അത്രേ ആവശ്യമുള്ളൂ നമുക്ക് ക്ലച്ച്. അത് അത്രേ ആവശ്യമുള്ളൂ. ഇത്ര റിലീസ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി ഓടാൻ തുടങ്ങും. പിന്നെ നമുക്ക് ആ ക്ലച്ചിന്റെ ആവശ്യം വരില്ല. ഫുള്ള് റിലീസ് ചെയ്ത് കൊടുക്കാം. അതിന് കാല് വേണം എടുത്ത് മാറ്റിക്കും, ഒരു പ്രശ്നവും ഇല്ല വണ്ടിക്ക്. പിന്നെ ഇങ്ങനെ തന്നെ റിലീസ് ചെയ്യണമെന്നൊന്നുമില്ല. ആക്സിലേറ്റർ എപ്പോൾ കൊടുക്കാൻ തുടങ്ങുന്നു അപ്പോൾ തൊട്ട് ഇതിന്റെ ജോലി കഴിഞ്ഞു. ഇത് നമുക്ക് എടുത്ത് മാറ്റാം. ഓക്കെയാണ്. ബ്രേക്കിലൊന്ന് കാല് വെച്ച്, ആക്സിലേറ്ററിലേക്ക് ഒന്ന് കാല് വെച്ച്, ബ്രേക്കിലേക്ക് വന്ന്, ആക്സിലേറ്ററിലേക്ക് വന്ന്. പിന്നെ അല്ല, പോവാൻ നോക്ക്. ഓക്കെ അല്ല, നേരെ എങ്ങോട്ടാ പോകുന്നത് ശംഭു? ഒന്നുമില്ല, മാമിന് ഒരു പ്രശ്നവുമില്ല. മാം സ്വയമേ തന്നെ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കുവോ അല്ലേ ശംഭു? ബെൽറ്റ് ഇടണോ? ഓക്കെ. അതിന് മുമ്പേ വണ്ടിയിൽ എന്തുവാ തൊടേണ്ടത്? ആദ്യം വെറുതെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? അല്ല, അതൊന്നുമല്ല. വണ്ടിയിൽ കയറിയ ഇപ്പൊ സീറ്റ് അറേഞ്ച് ചെയ്തു, സീറ്റ് ബെൽറ്റ് ഇട്ടു, മിറർ രണ്ടും ഓക്കെയാണ് അല്ലേ? വീലില്ല, വീലൊന്നും കാണാൻ പറ്റില്ല. ഈ ബോഡിയുടെ ഈ സ്ട്രക്ചർ കാണാനും പറ്റില്ല. ഇപ്പൊ കാണാവോ? ബാക്കി ബാക്ക്ഗ്രൗണ്ടും കാണാവോ? പുറമെ നമ്മുടെ വണ്ടിയും കാണാമല്ലോ ഇങ്ങനെ ഒരു സ്ട്രക്ചർ. ഈ ഒരു ലൈൻ ഫുൾ ആയിട്ട് കാണാമല്ലോ എൻ്റെ വരെ. എങ്ങോട്ട് വരണം? ഇങ്ങോട്ടാ.
ഇപ്പൊ കാണാവോ? ആ മിറർ ഓക്കെ അല്ലേ? വണ്ടിയിൽ കയറിയ ആദ്യം തൊടേണ്ടത് ബ്രേക്ക്. ബ്രേക്ക് തൊട്ടതിന് ശേഷം ന്യൂട്രൽ ആണോ എന്ന് പോലും നോക്കാവുള്ളൂ. അത് വണ്ടി ഓഫ് ആയിരിക്കുന്നതുകൊണ്ട് സ്റ്റാർട്ട് ആകുമ്പോൾ ബ്രേക്ക് ഫ്രീ ആവും. ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് ക്ലച്ച് ഉൾപ്പെടെ ചവിട്ടി വണ്ടി ന്യൂട്രൽ ആണോ നോക്കാവുള്ളൂ. ഓക്കെയാണ്? അത് മറന്നു പോകരുത്. ഇപ്പൊ ഓൾറെഡി ന്യൂട്രലല്ലേ, സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അതിന്റെ വോളിയം കുറച്ചൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ടായില്ലേ? ഇനി എന്തോ ചെയ്യണം? ആയിട്ടോ. ഇനി വേറെ എന്ത് ചെയ്യണം? ലെഫ്റ്റിലേക്ക് പോകാം. ലെഫ്റ്റിലേക്ക്. അത് വൈപ്പർ ഏത് കയ്യിലായിരുന്നു ആദ്യം പിടിച്ചത്? റൈറ്റ് ഇടുന്ന എവിടെയാ? റൈറ്റ് ഇൻഡിക്കേറ്റർ എവിടെയാ? അവിടെ തന്നെയല്ലേ ലെഫ്റ്റ്? അത് ലെഫ്റ്റിലോട്ടാക്കിക്കേ. ഇപ്പൊ ലെഫ്റ്റ് ഓഫ് ചെയ്ത്. അതെ. ഇനി വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പൊ നമ്മൾ ഗിയർ വിട്ട് പോവാൻ റെഡിയായി നിൽക്കുക. ഇനി ഈ വണ്ടിയിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഞാനല്ലേ വിട്ടത്, ഞാനല്ലല്ലോ. ഇനി ഈ വണ്ടിയിൽ എന്ത് ചെയ്യണം? അല്ല, വേറൊരു ബ്രേക്ക് ഉണ്ട് വണ്ടിക്ക്, ഒരു പാർക്കിംഗ് ബ്രേക്ക് ഉണ്ട്. അതിന്റെ വാർണിംഗ് ലൈറ്റ് അവിടെ റെഡിൽ തെളിഞ്ഞു കിടക്കുന്നത്. അത് ഓഫ് ചെയ്ത് കണ്ടാ? ബ്രേക്ക് ചവിട്ടി പിടിക്കാഞ്ഞുകൊണ്ടാ വണ്ടി ഒന്ന് അനങ്ങിയത്. ഇപ്പം ബ്രേക്ക് എപ്പോഴും ചവിട്ടി പിടിച്ചോണ്ടിരിക്കണം വണ്ടിയിൽ. ഇനി നീങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? ചെയ്ത് നോക്കിയോ? പതുക്കെ ഒന്ന് മൂവ് ചെയ്ത് നോക്കിയോ. ഒന്ന് നിർത്തിക്കോ. ഇപ്പൊ ചെയ്തില്ലേ? ബ്രേക്ക് ഫുള്ള് റിലീസ് ചെയ്ത് ഒരിക്കലും കളയരുത്. ഇപ്പൊ ഹാഫ് ക്ലച്ചിൽ നിർത്തിയിരിക്കുക വണ്ടിയെ. ബ്രേക്കിന്റെ കൺട്രോളിലായിരിക്കണം വണ്ടി നീങ്ങേണ്ടത്. കാരണം നമുക്ക് തിരിക്കാനുള്ള സമയം അവിടെ എടുക്കാനാ. പിടികിട്ടിയാ? പതുക്കെ പതുക്കെ ബ്രേക്ക് ലൂസ് ചെയ്ത് ഇങ്ങോട്ട് തിരിച്ചോണ്ട് പോവാം. അതെ, അങ്ങനെ ബ്രേക്ക് പമ്പ് ചെയ്ത് ഉപയോഗിച്ചാൽ നമുക്ക് വണ്ടി തിരിച്ചെടുക്കാം. നേരെയാക്കി നേരെ പോട്ടെ. റോഡിലേക്ക്. അല്ലാ പോകാൻ വഴിയില്ലല്ലോ നമുക്ക്. ഇല്ല, എന്തോ കുഴപ്പം. ടീച്ചറെ എന്തോ ടീച്ചറെ കുഴപ്പം? നമ്മുടെ സൈഡ് എടുത്ത് വാ ടീച്ചറെ ഇങ്ങോട്ട്. ഫോൺ അടിച്ചാ അവര് ഫോൺ. നമുക്ക് ലെഫ്റ്റാ പോകണ്ട. അപ്പൊ കൂടുതൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടീച്ചർ അവര് പോകുന്നത് കണ്ടാ, ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്താണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് വണ്ടി. ഇല്ലെങ്കിൽ ഇതേപോലെ ഒരു വണ്ടി വരും കണ്ടാ. ലെഫ്റ്റ് തിരിയേണ്ട വണ്ടി എപ്പോഴും ലെഫ്റ്റ് കീപ്പ് ചെയ്തായിരിക്കണം. ആരെ? എന്തിനാ പേടി? ക്ലച്ചെല്ലാം താങ്ങി കറക്റ്റായിട്ട് പിടിച്ചിട്ടാ ചോദിക്കുന്നത് ഇറങ്ങി പോവാന്ന്. ടീച്ചറിന് വേറെ പണിയില്ല. ടീച്ചറെ ലെഫ്റ്റ് എടുത്ത് വാ ഇങ്ങോട്ട്. ഇപ്പൊ നമ്മള് നടുക്കാണോ ലെഫ്റ്റിലാണോ? ടീച്ചർ വണ്ടി ലെഫ്റ്റിൽ കൊണ്ടുപോവാ. അതെ, അത് ഗിയർ അവിടെ തെറ്റി. ക്ലച്ച് ഔട്ട്. സെക്കൻഡ് ഗിയർ ഉണ്ട് ടീച്ചറെ. ധൃതി പിടിച്ചാ ഇപ്പൊ ചെയ്തത്. ഇപ്പൊ വണ്ടി നിർത്തി കളഞ്ഞു ബ്രേക്ക് ഔട്ടി. ടീച്ചറിന്റെ എത്രാളം മാത്രമേ ഉള്ളൂ, അല്ല ഒന്നുമില്ല കേട്ടാ. പോട്ടെ, നമുക്ക് ഈ ലെഫ്റ്റ് പോവാം. ഇൻഡിക്കേറ്റർ എന്തോ ചെയ്യണം? ബ്രേക്കിന്റെ കൺട്രോളിൽ വണ്ടിയെ തിരിച്ചോണ്ട് പോവാം. ടീച്ചർ ഫസ്റ്റ് ഗിയർ ആണ്. ടീച്ചർ ബ്രേക്കിന്റെ കൺട്രോളിൽ വണ്ടിയെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ടീച്ചർ എന്ത് ചെയ്യില്ല എന്ന് അറിയാൻ അതിനകത്തിരിക്കുന്നത്. ടീച്ചർ ധൈര്യമായിട്ട് എടുത്തു. സ്റ്റാർട്ട് ചെയ്യും. ഒന്നുമില്ല, ടീച്ചർ സ്റ്റാർട്ട് ചെയ്യും. വണ്ടി സ്റ്റാർട്ടായി. നീങ്ങണമെങ്കിൽ ബ്രേക്ക് ലൂസ് ചെയ്താലല്ലേ നീങ്ങുള്ളൂ. കണ്ടാ? ആ ബ്രേക്കിന്റെ കൺട്രോളിൽ തന്നെ അങ്ങനെ തന്നെ പോട്ടെ വണ്ടി. ബ്രേക്ക് മാറും, അത്രേ ഉള്ളൂ. കണ്ടാ? അങ്ങനെയാണ് ഗിയർ മാറേണ്ടത്. സാഹചര്യം ടീച്ചറിന് അറിയാം. ഈ റോഡ് എങ്ങനെയാണ്, എന്ത് ചെയ്യേണ്ടി വരും ടീച്ചർ പറ.
വേറെ എന്ത് ചെയ്യേണ്ടി വരും? ഗിയർ ഡൗൺ ചെയ്യണം. ഏത് ഗിയറിലാക്കണം? ആക്ക്. ഇട്ടോ, ഫസ്റ്റ് ഇട്ടോ, സാരമില്ല ഇട്ടോ. ഇനി പോവാല്ലോ. ഫ്രണ്ടിൽ നോക്ക് ടീച്ചറെ. ടീച്ചർ മുന്നിലോട്ടാ ഓടുന്നത്, അപ്പൊ മുന്നോട്ട് തന്നെ നോക്ക്. പുറകിലെ ഒരാളും ടീച്ചറിനെ ഇടിച്ചിട്ട് കയറി വരത്തില്ല. വരുവാ? ഇത്രയും വലിയ വണ്ടി കൂടെ ടീച്ചറിനെ പോവാനും എന്തുമാത്രം സ്ഥലം കിടക്കുന്നു നോക്കിക്കോ. ആരെയാ? ഞാൻ ഇടിച്ചാലേ ഉള്ളു ടീച്ചറിന്. നോക്ക് എങ്ങോട്ടാ നമുക്ക് മാറാൻ പറ്റുന്നത് നോക്കി. ഇനി ബ്രേക്ക് വേണോ? ബ്രേക്ക് വിട്ടു കൊടുക്കും. വേഗമാക്കി പോട്ടെ ടീച്ചറെ. ഓ ടീച്ചറെ സമാധി. എന്തിനാ ടീച്ചർ പേടിക്കുന്നത്? ഈ കൂടുതൽ നന്നായിട്ടൊന്നും ഓടിക്കാൻ പറ്റത്തില്ല ടീച്ചറെ. ആദ്യം തന്നെ ഇത്രയും വലിയ വലതുകാലം മാറ്റണോ? അത് മാറ്റുന്നുണ്ട്, ഇപ്പൊ വിറച്ചിരിക്കുക. ആക്സിഡന്റിന് കാല് മാറ്റിയിട്ട് ക്ലച്ച് ഔട്ടാണല്ലേ. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ടീച്ചറെ. എന്ത് ചെയ്യേണ്ടി വരും ടീച്ചറെ? ജംഗ്ഷൻ ആണത്, നമുക്ക് രണ്ട് സൈഡും കാണാൻ മേല. വേഗത കുറയ്ക്കും. ലെഫ്റ്റ് സൈഡിൽ തന്നെ വണ്ടി ഉണ്ടാവണം. ഏത് ഗിയർ ഇടണം? പതുക്കെ പോട്ടെ. ഹാഫ് ക്ലച്ച് ആക്കും. മതി. ഇനി ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്കും. ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യും. ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യും. ടീച്ചർ ആരും നോക്കണ്ട ടീച്ചർ. ഹാഫ് ക്ലച്ച് ആക്കും. ടീച്ചർ പകുതിയോളം ക്ലച്ചിന് കാല് റിലീസ് ചെയ്തിട്ട് ഇനി ബ്രേക്കിൽ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യും. പകുതിയോളം ക്ലച്ച് കാലിടും. ഹാഫ് ക്ലച്ച് ആക്കി. അത്രയും മതി. ഇനി ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്കും. ബ്രേക്ക് ലൂസ് ചെയ്തില്ല. അങ്ങനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവാം. തിരിക്ക്. പതുക്കെ വരട്ടെ. വന്നിട്ടില്ല. തിരിക്ക്. ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്കും. ക്ലച്ചിൽ കറക്റ്റ് ആക്സിഡന്റ് കൊടുത്തു. തിരിച്ചോ, ധൈര്യമായിട്ട് തിരിച്ചു. വേണ്ട, നേരെ ആക്കുക. ടീച്ചറിന് ഒരു പോരായ്മയില്ല ടീച്ചറെ. ടീച്ചർ ചുറ്റുപാടെടുത്ത് തലേ വയ്ക്കാതിരുന്ന പതുക്കെ. പോട്ടെ. ടീച്ചറിന് ഒരു കുഴപ്പമില്ല. ആ മുഖത്തെ എക്സ്പ്രഷൻ മാറ്റിയിട്ട് ടീച്ചറെ, ആ മുഖത്തെ എക്സ്പ്രഷൻ ഒക്കെ മാറ്റിയിട്ട് ഫ്രീ ആയിട്ടിരിക്കും ടീച്ചർ. ഇത് ചെയ്യുന്നുണ്ട്, നല്ലപോലെ വണ്ടി ഓടിക്കുന്നത്. ഇതൊന്ന് വേഗത കുറച്ചു. അത്രേ ഉള്ളൂ. ടീച്ചറിന്റെ ഒരു കുഴപ്പമില്ല ടീച്ചറെ. ടീച്ചർ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ വെക്ക്. പുറകോട്ട് വെക്കുമ്പോഴാണ് ആ പ്രശ്നം വരുന്നത്. ഫോൺ അടിക്കും നല്ലപോലെ. നമുക്ക് പോകാൻ പറ്റുന്ന വഴി എവിടാന്ന് നോക്കും. അതന്നെ. എന്തിനാ ടീച്ചർ അവരെ നോക്കുന്നത്? എന്തിനാ? ടീച്ചർ മുന്നോട്ടാ ഓടുന്നത്. അവിടെ നിന്നുള്ള ഏതൊരാളും ടീച്ചറിന്റെ മുന്നിൽ വന്നിട്ട് നമ്മുടെ നടുക്കോട്ട് വരുന്നുള്ളൂ കയറി. ശരിയല്ല? ഈ സൈഡിലുള്ളവരാണ് ടീച്ചറിന്റെ റിസ്ക്. ഈ ലെഫ്റ്റ് സൈഡിലുള്ളവരാണ് ടീച്ചറിന്റെ റിസ്ക്. പെട്ടെന്ന് ടീച്ചറിന്റെ മുന്നിലെത്തും. റൈറ്റിലുള്ളവൻ പെട്ടെന്ന് ടീച്ചറിന്റെ മുന്നിൽ വരില്ല. ടീച്ചറിന്റെ കണ്ണിൽ കണ്ടതിന് ശേഷം വണ്ടിയുടെ മുന്നിലേക്ക് വരുവുള്ളൂ. വേഗത കുറച്ച് പോകണം. തിരക്ക് വരുമ്പോൾ പുറകോട്ട് നോക്കരുത്. വേഗത കുറച്ചിട്ട് പതുക്കെ പോകണം. തിരക്ക് വരുമ്പോൾ തിരക്ക് പെട്ടെന്നല്ലല്ലോ വരുന്നത്, കണ്ടോണ്ടല്ലേ നമ്മൾ അങ്ങോട്ട് ഓടിച്ചെല്ലുന്നത്. ആണോ? ആ ജംഗ്ഷൻ ക്രോസ് ചെയ്ത് പോവാൻ എന്ത് ചെയ്യേണ്ടി വരും ടീച്ചറെ? പതുക്കെ വേഗത കുറയ്ക്കും. വേഗത കുറച്ച് ഫസ്റ്റ് ഗിയർ ഇട്ടു. പതുക്കെ നീങ്ങട്ടെ. ഹാഫ് ക്ലച്ച് ആക്കണം. മതി. രണ്ട് സൈഡ് നോക്കി. സ്പീഡിൽ ഓടരുത്. പതുക്കെ. ഓക്കെ അല്ലേ? ടീച്ചറിന് ഇതുപോലെ രണ്ട് സൈഡും കാണാൻ പറ്റാത്ത സ്ഥലത്ത് ഒന്നാമത്തെ ഗിയർ ഇട്ടിട്ട് പതുക്കെ സൂക്ഷിച്ച് കടന്നു പോയാൽ മതി. ടീച്ചറിലെ പ്രൊഫഷണൽ ഡ്രൈവർ ഇടുന്ന പോലെ ഗിയർ ഇടുന്നത് സെക്കൻഡ് ഗിയർ എല്ലാം ഇട്ടത് ആയില്ല ടീച്ചറെ. വണ്ടി ഓടിക്കാൻ അറിയാമെന്ന് പറയാം. ഇടിയാ കൊടുക്കണമല്ല. ഓഫായിട്ട് ടീച്ചറെ. നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാ. വണ്ടി ഓഫാകും. ടീച്ചർ ഇപ്പൊ നല്ല തിരക്കിനകത്തുകൂടി ഒറ്റയ്ക്ക് വണ്ടി കൂളായിട്ട് കൈകാര്യം ചെയ്ത് ഞാൻ തിരിക്കുക വളയ്ക്കുക ഒന്നും ചെയ്തില്ല. വണ്ടിയിൽ ഒഴിഞ്ഞു മാറിക്കൊടുക്കും. ഇവിടെ തന്നെ ഈ വിഷ്വല് നോക്കി തിരിച്ചിട്ടില്ല. മതി. ഇവിടെ എപ്പ കിട്ടിയോ അപ്പൊ തൊട്ട് കുറച്ച് നിവർത്തിയെടുക്കും. കഴിഞ്ഞ
മോളെ കഴിഞ്ഞ ആ, ഇപ്പൊ ജംഗ്ഷൻ തിരിഞ്ഞു വന്നില്ലേ? ആ, പേടിച്ചാ? ഇല്ല. ഇത്രേ ഉള്ളു. ടീച്ചർ അവിടെ നോക്കുമ്പോഴാണ് ടീച്ചറിന് പേടി വന്നെ. ഇപ്പോഴും ടീച്ചർ ഒന്നിടാൻ ശ്രമിച്ചപ്പോ രണ്ടിട്ടിട്ടാണ് ഒന്നിലേക്ക് വന്നത്. ഏ? രണ്ടാമത്തെ ഗിയർ ഇട്ടിട്ടാണ് പിന്നെ ഒന്നിട്ടത്. നമ്മുടെ സമയം അവിടെ നഷ്ടപ്പെടുക. ടീച്ചർ അത്രയും സ്ലോ ചെയ്ത വണ്ടിയാ. ടീച്ചർ ഒന്നാലേക്ക് ഡയറക്റ്റ് പോരാ വരും. ഇപ്പൊ ഇട്ട ഗിയർ എത്രാമത്തെ ടീച്ചറെ? 3. ഓക്കെ, 3 അല്ല 30 വരെ ഇടും തിരക്ക് കുറഞ്ഞ് കിട്ടിയ. പിന്നെ അതെടുത്ത് ഇപ്പോഴേ തലേ വെക്കണ്ട. നമുക്ക് ലെഫ്റ്റിലേക്കാ പോകേണ്ടത്. വീണ്ടും ആ, ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്. ഏത് ഗിയർ ആക്കണം ടീച്ചർ പറ? സെക്കൻഡ്. ലെഫ്റ്റ് ഫ്രീ ലെഫ്റ്റ് ആണ്. ടീച്ചറിന് ഉരുണ്ട് പോകാൻ പറ്റുമോ അവിടെ? ശരിയല്ലേ? എനിക്കാണെങ്കിൽ അങ്ങനെ എടുക്കാനായിട്ട് നോക്കി എന്നാ ഫസ്റ്റ് ഇട്ടു. നോക്കി ലെഫ്റ്റിലേക്ക് പോകും. അറിയാതെ കുഴപ്പമില്ല, ടീച്ചർ അത് മാനേജ് ചെയ്യുന്നുണ്ടല്ലോ. ഇത്തിരിയുടെ വേഗത കുറച്ച് തിരിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഇങ്ങനെ പെട്ടെന്ന്. ആ അതെ, എല്ലാ കാര്യം അറിയാം നമ്മളെക്കാട്ടി കൂടുതല്. ടീച്ചർ അത് കണ്ടോണ്ടാ വന്ന ജംഗ്ഷൻ. പതുക്കെ പോണം തീരുമാനിച്ചു. ജംഗ്ഷൻ വരുമ്പോഴത്തേക്കിനും പെട്ടെന്ന് ടീച്ചറെ ജംഗ്ഷൻ എല്ലാം പതുക്കെ നേരെ ഞാൻ